ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. ഈ ഇടയ്ക്ക് ലിങ്ക്ഡിനിൽ ഈ ഒരു വിവാദ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റ് വന്നത് മൈക്രോന്റെ ഫൗണ്ടറും ഇപ്പോഴത്തെ ഡിസൈനറും സിഇഒയും ഒക്കെ ആയിട്ടുള്ള റെഡ് ഗോൾസ്റ്റന്റെ ഭാഗത്തു നിന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം ഒരു ഇന്റർവ്യൂ നടത്തുമായിരുന്നു. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇന്റർവ്യൂ ടൈമിൽ വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി ഒരു ഡിസ്കഷൻ വന്നപ്പം ഈ ഒരു കാൻഡിഡേറ്റ് പറഞ്ഞു, ഞാൻ വർക്ക് ലൈഫ് ബാലൻസിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു കാൻഡിഡേറ്റിനെ ഇദ്ദേഹം റിജക്ട് ചെയ്തു, സിഇഒ റിജക്ട് ചെയ്തു. അതിന്റെ റീസൺ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഫോർമാറ്റിൽ ഒരു നീണ്ട സ്ക്രീൻഷോട്ടും കൂടി അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് ഒന്ന് രണ്ട് പോയിന്റ്സ് മാത്രം അതിലെ പറയാട്ടോ. ഫസ്റ്റ് പോയിന്റ് അദ്ദേഹം പറഞ്ഞത് വർക്ക് ലൈഫ് ബാലൻസ് ആസ് എ നോൺ സ്റ്റാർട്ടർ എന്നാണ്. അതായത് ഒരു ഫസ്റ്റ് ടൈം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ പാടില്ല. അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇതിന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിന്, ഈ ഇന്റർവ്യൂവിന് അദ്ദേഹത്തിനെ ഹയർ ചെയ്യുന്നതിനെ പോലും പ്രിവെന്റ് ചെയ്യുന്ന ഒരു റീസൺ ആയിട്ട് ഇത് മാറിയേക്കാം. അതിന്റെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ 80 മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ആഴ്ചകളൊക്കെ ഉണ്ട്. എനിക്കൊരിക്കലും അതൊരു ബേർഡൻ ആയിട്ടും സ്ട്രെസ് ആയിട്ടും ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ എന്റെ ജോലിനെ ഇഷ്ടപ്പെടുന്നു. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ റീസൺ. അതിന്റെ കൂടെ തന്നെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഒരാളുടെ ജോലിനെ ഏറ്റവും സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയാല് ഇതുപോലുള്ള ബാലൻസിനെ തേടി പോവില്ല. ഇങ്ങനെ ഒരു ഇനി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഈവൻ ബിഗ് കമ്പനീസിന് പോലും കമ്മിറ്റ്മെന്റ് ആവശ്യമാണ്. ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള മിഷൻ ഡ്രൈവൺ ആയിട്ടുള്ള എംപ്ലോയീസിനെ വേണം. എഗെയിൻ ലോങ് വർക്കിംഗ് അവേഴ്സും സാക്രിഫൈസും വേണം. നമ്മളും ഇതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല. കമ്പനീസിന് ചില ക്രിട്ടിക്കൽ ടൈം ഉണ്ടാവും. അതായത് ഇപ്പം ഒരു പ്രയോറിറ്റി ഉള്ള ഏതെങ്കിലും ഒരു പുതിയ കസ്റ്റമർ വരുവാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ചിലപ്പം എംപ്ലോയീസ് ഇതുപോലെ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷെ എല്ലായ്പ്പോഴും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ എന്ന് പറയുന്ന ഒരു വർക്കിംഗ് ടൈമിനെ 10ഉം 12ഉം മണിക്കൂറിലേക്ക് കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല അല്ലെ. അതായത് ഒരാൾക്ക് പ്രൊഫഷണൽ ലൈഫിന്റെ കൂടെ തന്നെ പേഴ്സണൽ ലൈഫും വേണം. രണ്ടും ഒരു ബാലൻസിൽ കൊണ്ടുപോകണം. നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ ടോപ്പിക് ഇതല്ല, പക്ഷെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കർണാടകയിലെ IT ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ രജിസ്റ്റേർഡ് യൂണിയൻ KITU അവര് കഴിഞ്ഞു വന്നൊരു 1.5 മാസമായിട്ട്, അതായത് നീണ്ട ഒരു 6 ആഴ്ചയായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി സമരം ചെയ്യുമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ IT സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കായിട്ട് ഞാനിത് ചൂസ് ചെയ്തത്. എല്ലാവരും ഡെഫിനറ്റ് ആയിട്ടും ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത്. പക്ഷെ നമ്മുടെ ന്യൂസ് ചാനൽസ് ആണെങ്കിലും അല്ലെങ്കിൽ റിയാക്ഷൻ ചാനൽസ് ആണെങ്കിലും ഇതിനു മേലെ ഒത്തിരി ഡിസ്കഷൻസ് ഒന്നും നടത്തി ഞാൻ കണ്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ നോക്കിയിട്ട് അത്രയും കണ്ടിട്ടില്ല കേട്ടോ. സോ നമ്മളെ ബാധിക്കുന്നതായതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ടോപ്പിക്കായിട്ട് ഞാനിത് ചൂസ് ചെയ്തത്. അപ്പൊ എന്താ ഈ ഒരു സമരം, അതിന്റെ ഇമ്പാക്ട് എന്താണ് എന്നുള്ളത് ഞാൻ ഒരു 8-9 മിനിറ്റ് കൊണ്ട് ചുരുക്കി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പം എന്താ KITU എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കർണാടകയിലെ IT ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ രജിസ്റ്റേർഡ് യൂണിയൻ ആണ് കർണാടക കർണാടക സ്റ്റേറ്റ് IT എംപ്ലോയി യൂണിയൻ. അതാണ് ഇതിന്റെ എക്സ്പാൻഷൻ. അപ്പം ഇവരിത് സമരം ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, കർണാടക സർക്കാർ അവരുടെ എക്സിസ്റ്റിംഗ് ലേബർ ലോ 1961 കർണാടക ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ 2021 ഈ ഒരു ബില്ലില് ഈ ഒരു ആക്ടിൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുവാണ്. അതായത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന്റെ ഇപ്പൊ എല്ലാ എംപ്ലോയീസിനും ഒരു വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുവാണെങ്കിൽ 8 മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിലും ഇങ്ങനെയായിരിക്കും. ചിലർക്ക് ഒരു 9 മണിക്കൂർ വരെ ആവാറുണ്ട്. അപ്പൊ 8 to 9 അവേഴ്സ് എന്നുള്ള വർക്കിംഗ് അവേഴ്സിനെ അവര് 10 മണിക്കൂറിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതാണ് ഈ ഒരു പ്രപ്പോസല്. അപ്പം ഒരു കർണാടക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒരു മേജർ IT ഹബ്ബാണ് അല്ലേ. അതായത് ഇപ്പൊ എല്ലാരും പറയുന്നത് ഇന്ത്യന്റെ സിലിക്കൺ വാലി ആണ് ഈ ഒരു ബാംഗ്ലൂർ എന്നാണ് പറഞ്ഞു വരുന്നത്. സോ ഇവിടെ എന്തെങ്കിലും ഒരു ലോയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നാഷണൽ ലെവലിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ഇമ്പാക്ട് ചെയ്യും. സോ അപ്പൊ ഇതിന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു മണിക്കൂറും കൂടെ എക്സ്ട്രാ ഓഫീസിൽ ഇരുന്നാൽ പോരെ, അതുകൊണ്ട് എന്താ ഇഷ്യൂ എന്ന്. പക്ഷെ അതിന് ഒരുപാട് ഇമ്പാക്ട് ഉണ്ട്. ഒരു എംപ്ലോയിന്റെ പേഴ്സണൽ ലൈഫിനെയും
ഫാമിലി ലൈഫിനെയൊക്കെ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ ഫിസിക്കൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പാക്ട് ചെയ്യുന്നതാണ് ഇതിന്റെ എൻഡ് റിസൾട്ട്. കാരണം എന്താ, ഇവർ ഈ പറഞ്ഞ 10 മണിക്കൂർ വർക്ക് ചെയ്യണം. അതിന്റെ കൂടെ പറഞ്ഞത് ഇപ്പോ ഒരാൾക്ക് വർക്ക് ചെയ്യാൻ ഒരു ക്വാർട്ടർലി എടുത്തിട്ടുണ്ടെങ്കിൽ 50 മണിക്കൂർ വരെയാണ് ഓവർ ടൈമിന് നമ്മൾ കണക്കാക്കുന്ന ലിമിറ്റ്. പക്ഷെ ഈ ഒരു നിയമം നിലവിൽ വന്നു കഴിയുമ്പോൾ പെർ ഡേ 12 മണിക്കൂർ വരെ ഓവർ ടൈമും കൂടെ കൂട്ടിയിട്ട് ഒരു എംപ്ലോയിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 50 മണിക്കൂർ ഒരു ക്വാർട്ടറിലുള്ള ഉള്ള ഓവർ ടൈം ലിമിറ്റ് അത് 144 മണിക്കൂറിലേക്ക് കൂടും. അപ്പൊ എന്താ, നമുക്ക് ഓൾറെഡി നിങ്ങളിപ്പം IT സെക്ടേഴ്സിനൊക്കെ ഒരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ ജോലിന്റെ ഈ ഒരു സ്ട്രെസ്സും ഒക്കെ കാരണം, ആൻസൈറ്റി ഇഷ്യൂസും അതുപോലെ തന്നെ മെന്റൽ സ്ട്രെസ് ഒക്കെ കാരണം ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അതിപ്പോ അവരായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇപ്പോ അന്നാസബാസ് നമ്മുടെ ഇൻഡസ്ട്രി അല്ല, പക്ഷെ അത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മൾ പ്രീവിയസ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങളൊരു 1 ഇയറിന്റെ കണക്കെടുത്ത് നോക്കിയാൽ മതി. ഇതുപോലെ ജീവൻ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഒരുപാട് പേര് ഹെൽത്ത് ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് കാരണം ഈ ഒരു IT സെക്ടറെ വേണ്ടാന്ന് വെച്ചിട്ട് വേറെ സെക്ടേഴ്സിലേക്ക് പോകുന്നവരും ഉണ്ട്. എന്റെ വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ പോലും ഞാൻ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് 1-2 കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഓവർ ടൈമും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 12 മണിക്കൂർ വരെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. സോ ഇതിന് എക്സ്പ്ലോയിറ്റേഷനും ഒരു സാധ്യതയുണ്ട്. കാരണം എന്താ, ഇപ്പൊ നമ്മുടെ നിലവിലുള്ള സിസ്റ്റം എന്ന് പറയുന്നത് 3 ഷിഫ്റ്റ് ആണ് അല്ലെ. അതായത് മോർണിംഗ്, ഈവനിങ്, നൈറ്റ് എന്ന് പറഞ്ഞൊരു ഷിഫ്റ്റാ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ഇത് നിലവിൽ വരുമ്പോൾ 12 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വരുമ്പോൾ ഈ 3 ഷിഫ്റ്റിൽ നിന്ന് 2 ഷിഫ്റ്റിലേക്ക് മാറും. അതായത് ഒരു 1/3 എംപ്ലോയീസിന് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഇതുകൊണ്ട് വരുന്നുണ്ട്. മാത്രമല്ല നൈറ്റ് ഷിഫ്റ്റിനും ഇപ്പൊ പറ്റാത്തവർക്ക് കൂടെ ചെയ്യണം എന്നുള്ള ഒരു കമ്പൽസറി ഇതും കൂടെ ഇതിന്റെ പിന്നിൽ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ ഇവിടെ വരും. ഇപ്പം ഒരുപാട് കമ്പനീസ് ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, കാരണം കോർപ്പറേറ്റ്സ് ഒരുപാട് നാളായിട്ട് ഇതുപോലെ വർക്കിംഗ് ടൈം ഇൻക്രീസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു വരുന്നതാണല്ലോ. സോ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു കമ്പനീസിന്റെ സൈഡിൽ ഞങ്ങൾ അതിനനുസരിച്ചിട്ട് സാലറി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു, ഹൈക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ഓവർ ടൈമിന് കോമ്പൻസേഷൻ കൊടുക്കും എന്നൊക്കെ. പക്ഷെ ഇത് നിലവിൽ വന്നു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു 12 മണിക്കൂർ എന്നുള്ളത് ആക്ച്വൽ വർക്കിംഗ് അവേഴ്സ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, കമ്പനീസ് ഇപ്പൊ കൊടുക്കുന്ന ഓവർ ടൈം കോമ്പൻസേഷനും കൂടെ ചിലപ്പോൾ നാളെ ഇത് തരാതെ വന്നേക്കാം. സോ നോർമൽ വർക്കിംഗ് അവേഴ്സ് ആണ് 12 മണിക്കൂർ എന്നുള്ളത്. ചില കമ്പനീസിലെങ്കിലും അങ്ങനെ ഒരു ആക്കി തീർക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് കമ്പനിയിൽ ഞാനിത് നേരിട്ടിട്ടുണ്ട്. അതായത് 8 മണിക്കൂർ നിന്നല്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം ലിമിറ്റ് ഒന്നും അവർ വെക്കാതെ 7, 7:30, 8 എത്ര മണിക്കൂർ കൂടുതൽ ഇരിക്കുന്നു അത്രേ അവരാണ് ഏറ്റവും നല്ല എംപ്ലോയീസ് ആയിരുന്നു ആ ഒരു സമയത്ത് ഞങ്ങളുടെ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹെഡ് എല്ലാ ടീം ലീഡ് അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഇവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് 8 മണി, 9 മണി, 10 മണി വരെയൊക്കെ ഇരിക്കുന്നവരുണ്ട്. ഈ 10 മണി വരെ ഇരുന്നിട്ട് പിറ്റേ ദിവസം ചിലപ്പോൾ 8 മണി, 8:30 ആകുമ്പോഴത്തേക്കും പിന്നെയും ജോലിക്ക് വരും. അതായത് 12, 13 മണിക്കൂർ വരെ ഓഫീസിൽ സ്പെൻഡ് ചെയ്യാന്ന് അർത്ഥം. അപ്പം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്കറിയാലോ, അവർ പറയുന്നത് ഒരാളുടെ സ്റ്റാൻഡേർഡ് വർക്കിംഗ് അവേഴ്സ് പെർ ഡേ എന്ന് പറയുന്നത് 8 അവേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഡെവലപ്ഡ് കൺട്രീസ് ഓൾമോസ്റ്റ് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം അതിന് വേറൊരു റീസണും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ കൂടുതൽ ടൈം ഓഫീസിൽ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടണം എന്നില്ല. ഒരു ടൈം കഴിയും, എല്ലാവർക്കും ഒരു ഫോക്കസ് വർക്കിംഗ് അവേഴ്സ് വർക്ക് ടൈം ഉണ്ടാവില്ലേ. അതായത് ചിലപ്പോൾ ചിലർക്ക് രാവിലെ ആയിരിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കും. ആ ഒരു ടൈമിൽ അവർ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിരിക്കും, ഏറ്റവും കൂടുതൽ വർക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ടൈം കഴിയുമ്പോൾ പതുക്കെ 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 അവരുടെ ശ്രദ്ധ ഇങ്ങനെ കുറഞ്ഞു വരും. ഒത്തിരി എഫേർട്ട് ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല, തീരെ വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ എന്താ, ശരിക്കും അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പൊ ഇന്ന് ഇത്രയും കൂടുതൽ ഇരിക്കുമ്പോൾ നാളെ എന്ത് ചെയ്യും, ഈ ഒരു സ്ട്രെസ്സും ഈ ഒരു ക്ഷീണം കാരണം നാളെ അതിനനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീക്കെൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും 8 മണിക്കൂർ ഒരു വീക്കിലി 8 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിനെക്കാളും കുറഞ്ഞ ഔട്ട്പുട്ട് ആയിരിക്കും ചിലപ്പം കൂടുതൽ ടൈം ഇരിക്കുന്ന ഈ ഒരു എംപ്ലോയി തരുന്നത്. ഇനി നമുക്ക് KI2ലേക്ക് വരാം. അവർ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെച്ച ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ടു ഡിസ്കണക്ട്. അതായത് അവർ പറഞ്ഞത് ഈ ഒരു 8 മണിക്കൂർ വർക്ക് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോൾസും ഇമെയിൽസും അറ്റൻഡ് ചെയ്യില്ല. ഒരു പ്രോപ്പർ ആയിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ഡിസ്കണക്ഷൻ വേണം.
ഓവർ ടൈമിൽ മസ്റ്റ് ആയിട്ടും അതിനനുസരിച്ചുള്ള പേയ്മെന്റ് കിട്ടണം. എക്സിസ്റ്റിംഗ് ലേബർ ലോ എൻഫോഴ്സ്മെന്റ് വേണം, അതായത് കറക്റ്റ് ആയിട്ട് അത് നടപ്പിലാക്കണം. ഇതായിരുന്നു അവർ ഫസ്റ്റ് ആയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഒരു ക്യാമ്പയിൻ ഭയങ്കര ശക്തമായിരുന്നു കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6 ആഴ്ച കണ്ടിന്യൂസ് ഇവർ സ്ട്രൈക്ക് ചെയ്തു. സ്ട്രൈക്ക് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടെക് ക്യാമ്പസസിലാണെങ്കിലും കമ്പനീസിന്റെ മുന്നിലാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം ആഫ്റ്റർനൂൺ ഒക്കെ ഇവര് എന്താ പറയാ ഈ ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്തു. അപ്പം എംപ്ലോയീസുമായിട്ട് ഇവർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. സോ എംപ്ലോയീസിനെയും ഇവരുടെ പറഞ്ഞ് മനസ്സിലാക്കാനും ഇവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനും അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ വരാൻ പോകുന്ന ഈ ഒരു ചേഞ്ചിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റി. അപ്പൊ എമർജൻസി ഇപ്പം മാത്രമല്ല, ഇപ്പം നിലവിലുള്ള എല്ലാ മാധ്യമങ്ങളെയും, അതിപ്പോ ന്യൂസിനെ മാധ്യമങ്ങളെ ആണെങ്കിലും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെ ആണെങ്കിലും അപ്പൊ ഒരുപാട് ഹാഷ്ടാഗ്സ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് ആണെങ്കിലും ടെക് പ്രൊട്ടക്സ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ മൊബിലൈസേഷൻ എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വന്നു. അങ്ങനെ ഒരു നീണ്ട സമരത്തിനൊടുവിൽ, അതായത് ജൂലൈ 29 ഗവൺമെന്റിന് അവരുടെ ഈ ഒരു പ്രപ്പോസൽ വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വന്നു. ഗവൺമെന്റിന് KIT മുന്നിൽ മുട്ടുമടക്കേണ്ടതായിട്ട് വന്നു. അന്ന് അവരുടെ അഡീഷണൽ ലേബർ കമ്മീഷണർ G മഞ്ജുനാഥ് ഈ ഒരു യൂണിയൻ നേതാക്കളെ വിളിച്ച് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു, ഞങ്ങളിത് വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു പ്രപ്പോസൽ, ഈ ഒരു വർക്കിംഗ് അവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ള ഈ ഒരു പ്രപ്പോസൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുള്ളത്. ഒരുപാട് തൊഴിലാളി സമരങ്ങൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തൊക്കെ നടന്നിട്ടുണ്ടല്ലേ. ഇപ്പൊ ഇന്ത്യയിലെ തന്നെ ഇതൊരു റീസെന്റ് സമരമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തമിഴ്നാട്ടിൽ നടന്ന സാംസന്റെ സമരം, ഒരുപാട് സമരങ്ങൾ അന്നാ സെബാസ്റ്റ്യൻ മരിച്ച സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോ ഇൻസിഡന്റ് വരുന്ന സമയത്തും സമരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നടന്ന സമരത്തില് തൊഴിലാളി സമരങ്ങൾ വിജയിക്കുമ്പോൾ എന്തായാലും നമ്മളെ പോലുള്ള എംപ്ലോയീസിന് ഒരു സന്തോഷാവില്ല. അങ്ങനെ ഒരു സമരവും കൂടെ വിജയം കണ്ടു എന്ന് പറയാം. ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഈ ഒരു നിയമം നിലവിൽ വന്നായിരുന്നെങ്കിൽ കർണാടകയിലെ എംപ്ലോയീസിന് മാത്രമല്ല പതുക്കെ ഇന്ത്യയിലെ തന്നെ എല്ലാ ഒരു എംപ്ലോയീസിനും ഇത് ആപ്ലിക്കബിൾ ആയേനെ. അതായത് നമുക്കും നമ്മളും 12 മണിക്കൂർ വർക്ക് ചെയ്യണം എന്നുള്ളത് ഒരു നാച്ചുറൽ ഫിനോമിനയായിട്ട് വന്നേനെ. സോ എന്താവും 10 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ ഞാൻ പറഞ്ഞ പോലെ തന്നെ എഗെയിൻ നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും മെന്റൽ ഹെൽത്തിനെയും ഒക്കെ ഇത് എഗെയിൻ ഫിസിക്കൽ ഹെൽത്തിനെയും ഇത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തേനെ. നമ്മൾ ജീവിതത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ കമ്പനീസും എങ്ങനെയാണ് ഞാൻ പറയുന്നില്ല കേട്ടോ. എംപ്ലോയീസിനെ പ്രോപ്പർ ആയിട്ട് അവരുടെ എന്റർടൈൻമെന്റ് കൊടുക്കുന്നതും അവരുടെ പേഴ്സണൽ ലൈഫിനെ റെസ്പെക്ട് ചെയ്യുന്നതും ഒക്കെയുള്ള കമ്പനീസും അവൈലബിൾ ആണ്. അതിന്റെ കൂടെ ചെറിയ കമ്പനീസ് ഇതുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുമുണ്ട്. അതായത് ഞങ്ങൾക്ക് പേഴ്സണൽ ലൈഫ് പ്രയോറിറ്റി ആണെന്ന് എംപ്ലോയീസ് പറയുമ്പോൾ അതിന് ഒരു വിലയും കൊടുക്കാത്ത കമ്പനീസും ഈ സ്റ്റില്ലുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയൊക്കെ ആണെങ്കിലും ഇത് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഞങ്ങളോടൊന്നും ഒരിക്കലും ഓവർ ടൈം ഇരിക്കണം എന്നൊന്നും ഇവർ പറയാറില്ല കേട്ടോ. അവർ പറയുന്നത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണം, വീക്കെൻഡ് ഇതിൽ വർക്ക് ചെയ്യരുത്, അങ്ങനെ ടയേർഡ് ആവരുത്, മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും എനർജറ്റിക് ആയിട്ട് തന്നെ വരണം, പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് എടുക്കണം തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് എന്റെ ഒരു ഫസ്റ്റ് കമ്പനീന്റെ എക്സ്പീരിയൻസ് മാത്രമായിരുന്നു. അപ്പൊ നമ്മുടെ ജോലി കളയും എന്നുള്ള ഈ ഒരു പ്രഷറിൽ കൂടെ കടന്നു പോകുമ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പൊ കമ്പനീസിനെ ചിലരൊക്കെ പറയാറുണ്ടല്ലോ, നിങ്ങൾ പോയാലും കുഴപ്പമില്ല, ഇന്ത്യയിൽ ജോലി കമ്പാരിറ്റീവ്ലി കുറവാണല്ലോ സാധ്യത, സോ നിങ്ങൾ വേറൊരാൾ വന്ന് ഈസി ആയിട്ട് നിങ്ങളെ റീപ്ലേസ് ചെയ്യും. ഈ പ്രഷറിൽ കൂടെ ഒക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു വർക്കിംഗ് അവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പ്രഷറും കൂടെ വന്നത്. സോ ഇതൊരു KI2 അവർക്ക് വേണ്ടി മാത്രം ചെയ്ത സമരമായിട്ടോ അവരുടെ മാത്രം വിജയമായിട്ടോ ഒന്നും കൺസിഡർ ചെയ്യേണ്ട. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇത് നമുക്കും ബെനിഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് പറയണം തോന്നി, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇതൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണ്, നിങ്ങൾ മസ്റ്റായിട്ടും അറിയാത്തവർ അറിഞ്ഞിരിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്